ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചിട്ട് രണ്ട് മനസ്സിലിങ്ങനെ നിൽക്കുകയായിരുന്നു. എടുക്കണോ എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് കുളിയൊക്കെ കഴിച്ച് ചോറായിട്ടുണ്ടായിരുന്നു. ഞാൻ പരിപ്പ് കുത്തി വറുത്തിടാന്ന് വിചാരിച്ചിട്ട് പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് ഉള്ളിമുളകും കുത്തി വറുത്തിടുക, അതിന് പപ്പടം കാച്ചണം, മുട്ട മസാല ഉണ്ടാക്കണം. ഇതപ്പോൾ ഫുഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ, ഉച്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നൊരു മടിയുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കണോ എടുക്കണ്ടേന്ന് വെച്ചിട്ട് ഇങ്ങനെ അമാന്തിച്ചിരുന്നപ്പോൾ പൂജുട്ടി പറഞ്ഞു എടുക്കുക എന്നും എടുക്കണതുള്ളതല്ല, ഇനിയിപ്പോൾ മടി കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനൊരു പ്ലാനിങ്ങും ഇല്ലാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. ഇന്ന് നമുക്ക് ഇറച്ചി മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറ് ഓൾറെഡി ഞാൻ വെച്ചേച്ചെന്ന് പറഞ്ഞല്ലോ, പരിപ്പ് കുത്തി കാച്ചുന്നത് ഓൾറെഡി നമ്മൾ വീഡിയോ ഇടുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഈ കാണിച്ചത് തന്നെ എങ്ങനെ കാണിക്കുക എന്നുള്ള രീതിക്കാട്ടോ ഞാൻ വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചു നിന്നത്. അപ്പോൾ എന്തായാലും പൂജുട്ടി പറഞ്ഞത് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു മടി കാണിക്കണ്ട, ഇന്ന് മടി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നാളെ ഇനി മടി പിന്നെയും പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നാണ്. അപ്പോൾ പരിപ്പ് അവിടെ ഓൾറെഡി വെന്തിരിക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാക്കറ്റ് പപ്പടം ഇരിക്കുന്നത് ഞാൻ അങ്ങോട്ട് കാച്ചി വെച്ചു. എന്നിട്ട് നമ്മുടെ പരിപ്പിക്കുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചുമന്ന മുളകൊക്കെ കൂടെ ഞാൻ ചതച്ച് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് ആ പപ്പടം കാച്ചിയ എണ്ണയിൽ തന്നെ കുറച്ച് എണ്ണ ബാക്കി ഉണ്ടായിരുന്നു, അതിനകത്തേക്ക് തന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ പരിപ്പ് കുത്തി കാച്ചാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് നിൽക്കുക. കടുക് ഈ ഉള്ളി മുളകും ചതച്ചത് ഇടുക, മൂപ്പിക്കുക, അത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. മീൻ വറുത്തത് വേണമെന്നോ അങ്ങനെ ഒന്നുമില്ല, പക്ഷേ ഉണക്കമീനാട്ടോ അതിൻ്റെ കോമ്പിനേഷൻ. മുട്ട മസാല അടിപൊളിയാണ്. പക്ഷേ ഇന്നലത്തെ കുറച്ച് മീൻ കറി ഇരിക്കുന്നുണ്ട്, മീൻ വറുത്തതും ഇരിക്കുന്നുണ്ട്, നമ്മുടെ ചൂരല്ലേ. അപ്പോൾ അത് വിചാരിച്ചിട്ടാട്ടോ തട്ടി കൂട്ടിയിട്ട് ഇന്ന് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ സൺഡേയിൽ നമുക്ക് ചിക്കൻ എന്തെങ്കിലും മേടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്, ഒരു ദിവസം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. മീൻകറി മീൻ വറുത്തത് ഉള്ളതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് രാത്രിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയൊന്നും മിക്കവാറും ഞാൻ ഫുഡ് കഴിക്കാറില്ല. പൂജട്ടിയും കണ്ണനും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി അങ്ങോട്ട് കഴിച്ച് പോവുക കേട്ടോ ചെയ്യാറ്. ആർക്കും ഉച്ചരിഞ്ഞ് എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിനോടൊന്നും വലിയ ആവശ്യം ഇല്ല രാത്രിയിൽ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് രാത്രി കിട്ടുകയും വേണം. അപ്പോൾ ഞാൻ എന്താക്കിച്ചാൽ അതൊക്കെ കുത്തിക്കാച്ചി വറുത്തിട്ടു. എന്നിട്ട് ഞാൻ ഈ മുട്ട മസാല ആക്കാമെന്നാണ് വിചാരിച്ചിരുന്നു. അപ്പോൾ മീൻ വറുത്തതുള്ള കാരണം പൂജിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ മുട്ട മസാല വേണ്ട, അങ്ങനെ പുഴുങ്ങിയ മുട്ട കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞിട്ട്, ഇനി വേണമെങ്കിൽ നൈറ്റ് നമുക്ക് മസാല ആക്കാമെന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ പുഴുങ്ങി വെക്കുകയാണ് ഞാൻ കേട്ടോ. പുഴുങ്ങി വെച്ചിട്ടില്ല, പുഴുങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അപ്പോൾ ഈ രണ്ടെണ്ണം വെച്ചിട്ട് രാത്രിയിലേക്കും ഉച്ചയ്ക്കും കൂടി വേണ്ടിയിട്ട് വെച്ചു. ഇത് മീനില്ലെങ്കിലും അടിപൊളിയാട്ടോ ഈ മുട്ട മസാല പുഴുങ്ങിയിട്ട്. എനിക്ക് ഓംലെറ്റൊക്കെ ചോറിലേക്ക് കഴിക്കുമ്പോഴേക്കും എന്തോ വലിയൊരു സുഖമില്ല. ഇവിടെ പൂജട്ടിക്കും കണ്ണനും ഷാജട്ടിനൊന്നും കുഴപ്പമില്ല, എനിക്ക് ചോറിന് ഓംലേറ്റ് എനിക്ക് വലിയൊരു എയിമില്ല. മുട്ട മസാല ഇങ്ങനെ മസാല അടിക്കുകയാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ. പരിപ്പ് കുത്തിക്കാച്ചിയിലേക്ക് സാമ്പാറിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആ മുട്ട വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് ഒരു ലേശം എണ്ണയും കൂടെ ഒഴിച്ചു കേട്ടോ. അതാവുമ്പോൾ നമുക്ക് അതിൻ്റെ തോല് പൊളിക്കുമ്പോൾ പെട്ടെന്ന് പോരും. തോട് പൊളിക്കാൻ സമയത്ത് അതിങ്ങനെ അതുമ്മ പിടിച്ചിരിക്കുകയോ മുട്ട കേടാവുകയൊന്നുമില്ല. അപ്പോൾ അതും കൂടെ ആക്കിയിട്ട് അത് ഒരു വിസിൽ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചു. ബാക്കി ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കഴുകി കഴിയാൻ നിൽക്കണം. അപ്പോഴേക്കും പുറത്ത് ഇന്നലെ ഇട്ട ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, ബാഗിലുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ മഞ്ഞിൻ്റെ അങ്ങോട്ട് പൊക്കോട്ടെ, ഉച്ചാകുമ്പത്തെ ഒരു വെയിലും കൂടെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചീതപ്പ് പോവുമല്ലോ, അത് പോകാൻ വേണ്ടിയിട്ട് പോയിപ്പോൾ ഞാനത് നമ്മുടെ അകത്തേക്ക് കൊണ്ടുവച്ചു. എന്നിട്ട് ബാക്കിയുള്ള പാത്രങ്ങൾ ആ ഉച്ചാമ്പത്തുള്ള പാത്രങ്ങളും കുറച്ച് പാത്രങ്ങളും ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ട് കഴുകി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന പാത്രങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ കഴുകി മൂറി വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഷാജേട്ടൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ആൾക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫുഡ് വയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അടിച്ചോരലും തുടയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. അല്ലാത്ത സമയത്ത് ഞാൻ പറയാറുണ്ടല്ലോ, അല്ലാത്ത സമയത്ത് നേരത്തെ കുളിക്കുകയാണെങ്കിൽ ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് മേലെഴുകും കൂടെ ചെയ്യും. എന്നിട്ട് നമ്മൾ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ചു, അതാത് സ്ഥലത്ത് എടുത്ത് വെച്ചു. നമ്മുടെ മല്ലി മുളകിൻ്റെ ഒക്കെ പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമ്മുടെ കിച്ചൺ ടാബും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കാൻ കേട്ടോ. അവിടെ എപ്പോഴും ഞാൻ തുടയ്ക്കും. എന്താ വെച്ചാൽ അവിടെ ഇങ്ങനെ വെള്ളമായി കിടക്കുമ്പോൾ എനിക്കൊരുറ്റ് വെള്ളമായാൽ തന്നെ അപ്പോൾ തുടയ്ക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മുടെ തുടപ്പൊക്കെ ഒന്ന് കഴുകി അവിടെ ഇട്ട് വെച്ചു, മടക്കി വെച്ചു. എന്നിട്ട് വാഷ് ബേസൊക്കെ ഒന്ന് കഴുകി മോറി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ഫുഡൊക്കെ ആയത് ടേബിളുമ്പോൾ കൊണ്ടുവച്ചു. ഇനി നമുക്ക് പണിയുള്ളത് ഡ്രസ്സ് മടക്കി വയ്ക്കണം, അടിച്ചു വാരി തുടയ്ക്കൽ
തലേ ദിവസം രാത്രി വൈകിട്ടാണ് കഴിയണമെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഒന്ന് അടിച്ചു വാരിയിടുള്ളൂ. തുടയ്ക്കൽ വൈകുന്നേരം കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഈസി. പക്ഷേ ഷാജേട്ടന് ഫുഡ് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ആണ് തുടയ്ക്കുന്നത് നല്ലത്. വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ദിവസമൊക്കെ മാക്സിമം ഞാൻ രാവിലെ തന്നെ വൈകുന്നേരം തുടച്ച് കഴിഞ്ഞാലും ഞാൻ രാവിലെ ഒന്ന് തുടച്ചിടും. അപ്പോൾ എനിക്കൊരു സമാധാനക്കേട്. അല്ലെങ്കിൽ അല്ലാത്ത ദിവസങ്ങളിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയ കുട്ടികളൊന്നും ഇല്ലല്ലോ, നമുക്ക് ചെറിയ കുട്ടികൾ പറഞ്ഞാൽ ഇവിടുത്തെ 2 മതി അലമ്പാക്കിയിട്ടാണ്. എന്നാലും ഞാനത് കൈയോടെ അങ്ങനെ വൃത്തിയാക്കി കൊണ്ടുപോകണതുകൊണ്ട് വലിയ അലമ്പായൊന്നും കിടക്കാറില്ല. എന്നിട്ട് ഓരോരുത്തരുടെ മടക്കി മാറ്റി വയ്ക്കുക കേട്ടോ. ഇത് വല്ലാത്തൊരു ചടങ്ങാണ്. ഞാൻ ഇൻ്റെത് മടക്കിയിട്ട് അത് കറക്റ്റ് എൻ്റെ സ്ഥലത്തിരിക്കും. പക്ഷേ എൻ്റെ ഡ്രസ്സിൻ്റെ ഭാഗത്ത് ഞാൻ ഇവരുടെ 2 ഡ്രസ്സ് തൊടിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കില്ല. മറ്റേതെന്താണെന്നറിയോ, ഇവരെല്ലാം കൂടെ വലിച്ച് വാരിയിടും. അപ്പോൾ എനിക്കത് ഭയങ്കര ദേഷ്യമാണ്. എൻ്റെത് ഞാനതങ്ങനെ കറക്റ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാൽ തന്നെ ഞാൻ ആ ഒരു മാസത്തിലേക്ക് ഒരു പ്രാവശ്യമൊക്കെ കൂടെ വലിച്ചിട്ടിട്ട് എൻ്റെ തന്നെ ഒന്ന് ഞാൻ സെറ്റാക്കി വെക്കും. എനിക്കിങ്ങനെ ഒതുക്കി കിടക്കണം കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ബെഡിൻ്റെ കാര്യം. തലാണ് ഒരു സ്ഥലത്തായിരിക്കും, വിരിപ്പ് ഒരു സ്ഥലത്തായിരിക്കും. കണ്ണൻകുട്ടിയൊക്കെ ഒന്ന് വന്ന് ഒരു പൂജുട്ടിയും കണ്ണൻകുട്ടിയും കൂടെ അവിടെ കടന്നിട്ട് ഒരു 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അലങ്കോലാവും. അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചപ്പോഴേക്കും നമ്മുടെ കണ്ണൻകുട്ടി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ചോറും പരിപ്പ് കറിയും മീൻ വറുത്തതും പിന്നെ എന്തായിരുന്നു മുട്ടയും പപ്പടം കാച്ചിയതൊക്കെ കൂടെ കൂട്ടിയിട്ട് കണ്ണൻകുട്ടി ഫുഡ് കഴിക്കാൻ. അവന് മീൻ കറി വേണ്ടാന്ന് പറഞ്ഞു, പരിപ്പ് കറി മതി പറഞ്ഞു. അപ്പോൾ മീൻ വറുത്തതും അതൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് അവൻ കഴിക്കണത്. ഇന്നിപ്പോൾ വാരി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം അമ്മ കൂട്ടി കഴിക്കാൻ, വൈകുന്നേരം അമ്മ വാരി തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കണത്. അപ്പോൾ ഇങ്ങോട്ട് പോകാനുള്ള ധൃതിയും കൂടെ ഉണ്ട്. ഫ്രണ്ട്സ് അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർ പുറത്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാട്ടോ വേഗം കഴിക്കണം. ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വാരി തരാൻ വേണ്ടിയിട്ട് നിർത്തിക്കും. പിന്നെ ഉച്ചരിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഉച്ചരിഞ്ഞിട്ട് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യാരാമളല്ല സോറി ലീമാക്സ് ആണ് കേട്ടോ. ഇവിടെ കുളമംഗലത്തുള്ള ലീമാക്സിൽ ഇന്നലെ ന്യൂ ഇയറിൻ്റെ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അവരുടെ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഓഫറുണ്ട് പച്ചക്കറിക്ക് എന്നൊക്കെ പറയണ്ട. പക്ഷെ ഞാൻ അറിഞ്ഞത് വൈകുന്നേരം കേട്ടോ. എനിക്കിത് പകൽ നോക്കിയാൽ മതിയായിരുന്നു. കുറച്ചുകൂടെ നേരത്തെ പോകുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല സാധനങ്ങളൊക്കെ കിട്ടിയായിരുന്നു. തക്കാളിയൊക്കെ വൻ പൊട്ടയായിരുന്നു കേട്ടോ ഞാൻ എടുക്കുന്ന സ്ഥലത്ത്. ബാക്കിയുള്ളതൊക്കെ ഉള്ളിയൊക്കെ തിരവായിരുന്നു. അതൊക്കെ തിരഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറിയൊക്കെ ഒന്ന് തിരഞ്ഞെടുക്കണമല്ലോ. അങ്ങനെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളും മേടിച്ചു. പിന്നെ വിമ്മ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കഴിഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇനി വാങ്ങിയിട്ട് വറുത്തിട്ട് വേണം, ഉണക്കി വറുത്തിട്ട് വേണം പൊടിക്കാൻ വേണ്ടിയിട്ട്. അതുവരെ ഞാൻ പിന്നെ ഇങ്ങനെ പാക്കറ്റ് അല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു കാണാം. അങ്ങനെ പൊടിപ്പിച്ചതാന്നൊക്കെ പറയാം. ഇതുവരെ വാങ്ങിയാൽ എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടില്ല. നല്ല പൊടി തന്നെ. ചില മല്ലിപ്പൊടിയൊക്കെ പൊട്ടയായി കിട്ടാറുണ്ട് കേട്ടോ. ഇത് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്രാവശ്യം കൂടെ ഇനി അങ്ങനെ പോട്ടെ, അടുത്ത ബഡ്ജറ്റിലേക്ക് ഇനി മല്ലിമുളകും വാങ്ങി പൊടിപ്പിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ മേടിച്ചു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്ക് പറഞ്ഞാൽ പുറത്ത് ഗാനമേള നടക്കുന്നുണ്ട്. അവിടെ വലിയ കാര്യമായിട്ട് തിരക്കൊന്നും ഇല്ലെങ്കിൽ കൂടെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം തിരക്കുണ്ട്. അപ്പോൾ അത് ബില്ല് ആക്കാൻ വേണ്ടി കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നു. എന്നിട്ട് ബില്ല് അടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ കണ്ണൻകുട്ടി പുറത്ത് നിന്നിട്ട് ഗാനമേള കാണാം, നിങ്ങൾ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവൻ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമുക്കിവിടെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ, പെട്ടെന്ന് പോയിട്ട് വരാം. അങ്ങനെ സാധനങ്ങളൊക്കെ കൂടെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു വന്നു കേട്ടോ. ലീമാക്സിനാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അന്ന്. ഇതൊക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേശ്ശെ മേടിച്ചിട്ടുള്ളൂ. ഇതൊക്കെ എടുത്ത് ഓരോരോ പാത്രത്തിലാക്കണം. നമ്മൾ പുറത്തുനിന്ന് വണ്ടിയിൽ നിന്ന് വാങ്ങിയതാ. 1.5 കിലോന് 100 പറഞ്ഞപ്പോൾ 50 രൂപയ്ക്ക് വാങ്ങിയതാ കേട്ടോ. ബാക്കിയൊക്കെ ലീമാക്സ് എന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഒതുക്കി പെറുക്കിയിട്ട് ഓരോ പാത്രങ്ങളിലാക്കി വെക്കണം. പിന്നെ ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് ഫ്രിഡ്ജിൽ വെക്കണം, പുറത്ത് വെക്കാനുള്ളത് പുറത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.